അതെ, എത്ര പഴയ സെറ്റും മുണ്ടും കേരള സാരിയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല പുത്തനാക്കാൻ പറ്റും. അപ്പോൾ നല്ല കിടിലൻ ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അലക്കുകാരൊക്കെ കസവിൻ്റെ തിളക്കം കൂട്ടുന്നതിനും കോടി കളർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കിടിലൻ ടിപ്പുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മുണ്ടൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓണത്തിന് മുമ്പായാലും ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞായാലും നമുക്ക് ഈ സെറ്റും മുണ്ടും കേരള സാരിയൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്നും നല്ല പുത്തനായിട്ടിരുന്നോളും. അപ്പോൾ ഓണത്തിന് അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഒരു പാക്കറ്റ് ഷാമ്പു ബക്കറ്റിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പുതിയ വസ്ത്രങ്ങൾ, കസവ് സാരികൾ, സെറ്റ് മുണ്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് വാഷ് ചെയ്യരുത്. ഷാമ്പു തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമുക്കൊരു പകുതി നാരങ്ങാനീര് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വസ്ത്രങ്ങൾക്കൊക്കെ നല്ലൊരു പുതുക്കവും തിളക്കമൊക്കെ കിട്ടാനായിട്ട് നാരങ്ങാനീര് ചേർക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഒരല്പം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമൊന്നും ഒരിക്കലും ഒഴിക്കരുത്. ചെറിയ ചൂടുവെള്ളം, നേരിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. സാരി നന്നായിട്ട് മുങ്ങിയിരിക്കത്തക്ക രീതിയിൽ ആവശ്യത്തിനുള്ള ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചുളുക്കി കൂട്ടി വെള്ളത്തിൽ മുക്കി വെക്കരുത്. സാരി ഈ ഒരു രീതിയിൽ മടക്കണം. ഈ ഒരു രീതിയിൽ ഇതേപോലെ അങ്ങ് വലിയ ഞൊറിവുകൾ അങ്ങ് എടുത്താൽ മതി. ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് ഞൊറിവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ അങ്ങ് ഈ ഭാഗം ഇതേപോലെ അങ്ങ് മടക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം. അപ്പോൾ ഏത് സാരി ആയാലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ അധികം ചുളിവുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വെള്ളത്തിൽ ഏകദേശം 5 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സാരിയും ഒരു സെറ്റും മുണ്ടുമാണ് ഇപ്പോൾ ഈ വെള്ളത്തിൽ മുക്കി വെക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ, ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് കറയുള്ള ഭാഗത്ത് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് മുക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ചൊന്ന് സാരികളൊക്കെ ഒന്ന് ഉയർത്തേം താഴത്തേക്ക് ചെയ്താൽ മാത്രം മതിയാവും. അഴുക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ 2-3 നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ തോർത്തൊക്കെ കഴുകുമ്പോൾ ഇങ്ങനെ പിരിച്ച് വെള്ളം കളയാറുണ്ടല്ലോ, ആ ഒരു രീതിയിൽ സാരിയിൽ നിന്ന് വെള്ളം കളയരുത്. ജസ്റ്റ് ഇതേപോലെ സാരി ഒന്ന് കൂട്ടി പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ സാരി പിരിച്ച് അതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്താൽ മതിയാവും. ഇനി നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ ഈ ഒരു കസവിന് തിളക്കം കിട്ടാനും കോടി കളറൊക്കെ കിട്ടാനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണോളം ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. വസ്ത്രങ്ങൾക്ക് നല്ലൊരു സ്റ്റിഫ്നെസ് കിട്ടാനായിട്ട് പണ്ടൊക്കെ കഞ്ഞിപ്പശയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഉജാലയുടെ സ്റ്റിഫ് ആൻഡ് ഷൈൻ, അതേപോലെ തന്നെ പല ഫാബ്രിക് സ്റ്റാർച്ചുകൾ യൂസ് ചെയ്യുന്നവരാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയതാണ് നീരജയുടെ ഈ ഒരു സ്റ്റാർച്ച്. അപ്പോൾ ലിനൻ ഷർട്ടൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്ത് അവർ പറഞ്ഞു തന്ന സ്റ്റാർച്ചാണ് നീരജ. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളും. അപ്പോൾ ഉജാലയുടെ സ്റ്റിഫ് ആൻഡ് ഷൈനേക്കാൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് കട്ടൻ ചായ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഒരു 3/4 ഗ്ലാസോളം ചായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേരള സാരികൾക്കും അതേപോലെ തന്നെ സെറ്റ് മുണ്ടിനൊക്കെ ഒരു കോടി കളർ കിട്ടാനായിട്ടാണ് നമ്മൾ ഇതേപോലെ ചായ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ സെറ്റ് മുണ്ടൊക്കെ മുക്കി വെക്കാവുന്നതാണ്. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് വിരിച്ചിടാം. സാരി മുണ്ടൊക്കെ വിരിച്ചിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അധികം ചുളിവുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. ടിഷ്യൂ സിൽക്കിൻ്റെ സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് കംഫർട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് സ്റ്റിഫായി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പശ ഒന്നും വേണ്ട. കുറച്ച് വെള്ളത്തിലേക്ക് കുറച്ച് കംഫർട്ട് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് മുക്കി വെച്ച് വിരിച്ചിട്ടാൽ മതിയാവും. സെറ്റ് മുണ്ടും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നോക്കിക്കുക, നല്ല സ്റ്റിഫായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു പുതുക്കം തോന്നുന്നില്ലേ. അപ്പോൾ പഴയ സെറ്റ് മുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് കഴുകിയെടുത്താൽ മതി. നല്ല പുത്തനായിട്ട് തന്നെ നമുക്ക് ഓണത്തിന് ഉടുക്കാൻ പറ്റും.
ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഓണം സെലിബ്രേഷൻ കഴിഞ്ഞാൽ നമുക്കറിയാലോ സാരി മുണ്ടൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ഓണത്തിന് നല്ല പുത്തനായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്